ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ രാന. വെൽക്കം ടു മൈ അനദർ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ. ഇന്ന് ഞായറാഴ്ചയാണ്. എൻ്റെ ഞായറാഴ്ച വിശേഷങ്ങളാണ് നിങ്ങളെ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എൻജോയ്. വീക്കെൻഡ് ആയതുകൊണ്ട് നമ്മുടെ അച്ഛൻ വന്നിട്ടുണ്ട്. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ ഞാൻ പ്രത്യേകിച്ച് എന്തോ ചെയ്തതെന്ന് വെച്ചാൽ ഒന്നും ചെയ്തില്ല. ഞായറാഴ്ച ആണെങ്കിലും എനിക്ക് വർക്കിംഗ് ആണ് ഗൈസ്. കാരണം ശനിയാഴ്ച വരെയുള്ള കഫേയുടെ കണക്കും കാര്യങ്ങളും എല്ലാം നോക്കുന്നത് ഞായറാഴ്ചയാണ്. റീസ്റ്റോക്കിംഗ് ഉണ്ട്, പരിപാടികളുണ്ട്. അങ്ങനെ രാവിലെ ഉച്ചയ്ക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് പോയി കിട്ടി. ഈ വൈകിട്ട് വി ആർ ഗോയിങ് ഔട്ട് ഗൈസ്. അങ്ങനെ രാവിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് വൈകിട്ട് കുളിച്ചൊരുങ്ങി ഞാനും അച്ഛനും ഇതേ കുറ്റിയും പറിച്ചിറങ്ങിയിരിക്കുകയാണ്. എങ്ങോട്ടാണ് ഏതാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഞങ്ങളങ്ങ് വെട്ട് പോവുകയാണ് ഗായ്സ്. അപ്പോഴാണ് ചിന്തിച്ച് അച്ഛനൊരു കൊന്ത വാങ്ങണമെന്നുള്ള കാര്യം. അങ്ങനെ ഞങ്ങൾ കൊല്ലം തുയ്യമ്പള്ളിയിലോട്ട് പോയി. അവിടെ ചെന്നപ്പം പള്ളിപ്പെരുന്നാളാണ് ഗായ്സ് അവിടുത്തെ. അപ്പം ഞങ്ങൾ ചെന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഒരു തിരിയൊക്കെ കത്തിച്ച് കൊന്തയൊക്കെ വാങ്ങി. പിന്നെയും ഞങ്ങൾ വൈകിട്ടെടുത്ത് ഇങ്ങനെ വെക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ കൊല്ലത്തെ വി പാർക്ക് കണ്ടത്. അവിടെ ഞായറാഴ്ച കൊണ്ട് എന്തോ അടിപൊളി പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തപ്പോൾ കൊള്ളാം, അടിപൊളി, ഇന്നത്തെ ഈവനിങ് ഇവിടെ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു ഗായ്സ്. അവിടെ ചെന്നിറങ്ങിയപ്പോൾ എൻ്റെ കെട്ടിയനൊരു പുതി ദേ നിങ്ങൾ കണ്ടോ. ഗൈസ്, ഈ അവസരത്തിലാണ് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ കെട്ടിയൻ വളരെ പിഞ്ച് പളുങ്ക് മനസ്സുള്ള ഒരു കൊച്ചു കുട്ടിയാണെന്നുള്ള കാര്യം. ഗൈസ് കണ്ടില്ലേ, എൻ്റെ കെട്ടിയനെ കണ്ടില്ലേ? കെട്ടിയനും കെട്ടികളൊക്കെ ആകുമ്പോൾ ആഴ്ചയിൽ ഒരു ദിവസങ്ങളിൽ നമ്മൾ ടുഗെദർ ടൈം സ്പെൻഡ് ചെയ്യണമെന്നാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ അച്ഛനെ പൊക്കിക്കൊണ്ട് ഇറങ്ങിയത്. അപ്പോൾ കിസി ലിയോണൊക്കെ അങ്ങ് വീട്ടിലാണ്, മമ്മിയെടുത്തും പപ്പാടുത്തും ഒക്കെ. അപ്പം അവരവിടെ ചില്ല് ചെയ്യണം. ആനിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം കോൾ ചെയ്തപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോയി ഗൈസ്, ഞാനിങ്ങനെ വി പാർക്കിൽ ചില്ല് ചെയ്യുകയാണെന്നുള്ള കാര്യം. സ്വർഗ്ഗത്തിൽ കട്ടറും പോലെ 3 കുറ്റിയും പറിച്ച് ആ നിമിഷം അവിടെ എത്തി ഗൈസ്. ഇതിനെ 3നെയും അടിച്ചോടിക്കാൻ എനിക്കൊരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് അവിടെ അടിച്ച് പൊളിക്കുക എന്നുള്ളൊരു ഓപ്ഷൻ എനിക്ക് വേറെ ഉണ്ടായിരുന്നുള്ളൂ. സോ ദാറ്റ്സ് വാട്ട് വി ആർ ഡൂയിങ് റൈറ്റ് നൗ. ദൈവമേ, ഇതിൽ കാറ്റിൻ്റെ എഫക്റ്റ് ഒക്കെ അതിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഈ കാറ്റിൻ്റെ എഫക്റ്റ് ഒക്കെ നിങ്ങൾ എങ്ങനെയാ? അപ്പോൾ അത് നാച്ചുറൽ ആയിരുന്നു. പക്ഷെ പൊളിയായിരുന്നു, അടിപൊളിയായിരുന്നു. പക്ഷെ ഞാൻ കയറത്തില്ല. അച്ഛൻ എന്നെ ട്രൈ ചെയ്തോണ്ടിരിക്കുക. ഞാൻ കയറത്തില്ല. ഇല്ല, ഞാൻ കയറത്തില്ല. ഞാൻ എന്തായാലും ഞാൻ കയറത്തില്ല. കാരണം നിങ്ങൾ എല്ലാവരും ഇത്രയും ആളുകളുടെ മുന്നിൽ എന്റെ ചെളി കറിക്കും. എന്നിട്ട് വേണോ ഇല്ല ബ്ലോഗർ നിന്നിട്ട് അവിടെ നിന്നിട്ട് കോക്കറി കാണിക്കുന്നെന്ന് പറഞ്ഞിട്ട്. ഇങ്ങോട്ട് ഇറങ്ങ്. അയ്യേ, കൊച്ചു പിള്ളേര് കളിക്കുന്നിടത്ത് കമ്പി പോരാ, കമ്പി കോമഡി ആയിരുന്നു. അച്ഛന്റെ ബെഡാ കോമഡി ഞാൻ കാണിച്ചു തരില്ലേ, കാണിച്ചു കൊടുക്കട്ടെ. ഇപ്പോൾ സമയം ഒരു 11:45 ഞങ്ങൾക്ക് മതിയായി ഗൈസ്. ഇനി ഞങ്ങൾ വീട്ടിൽ പോകാൻ പോവാം. പിള്ളേരും ആനിയൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാനും അച്ഛനും ഞങ്ങളൊരു സ്ട്രീറ്റ് ഫുഡ് ഏരിയയിലോട്ട് പോവാണ്. ബിക്കോസ് ഐ വാസ് സോ ഹംഗ്രി. ബൺമസ്കയും ചായയും ഐസ്ക്രീമൊക്കെ കഴിച്ചുകൊണ്ട് എനിക്ക് ഭയങ്കര വിശപ്പായിരുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഒരു സ്ട്രീറ്റ് ഫുഡ് ഏരിയയിൽ പോയിട്ട് ഒരു 2 പൊറോട്ട, ഒരു ഇച്ചിരി ബീഫ് കറി, അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്നത്തെ വ്ലോഗ് ഇതോടുകൂടി അവസാനിക്കുന്നു ഗൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹാപ്പി ഡേ. സീ യു ടുമോറോ. ഓക്കെ, ബൈ. ഞങ്ങളുടെ മൊത്തം ഇരുട്ടെ. മണി എത്ര അയച്ചോ? 1 മണിയായോ? ഇന്നത്തെ ഞങ്ങളുടെ ഔട്ടിങ് ഈസ് ഓവർ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഗുഡ് നൈറ്റ്, സീ യു ടുമോറോ. ഇപ്പം എൻ്റെ ഫേസാണ്. ഗപ്പ് ഗുഡ് നൈറ്റ്.